എന്താണെന്ന് അറിയത്തില്ല, പെരിയ ആളായിരിക്കും, പെരിയ കാസ്റ്റ് തൊട്ടിരിക്കുക, അതിനാളായിരിക്കും. പതിനൊന്ന് 40 കോയമ്പത്തൂർ നമ്മൾ വന്നിരിക്കുന്നത്. ആഹാരം കഴിക്കുമ്പോൾ പോലീസ് 2 വണ്ടി പോലീസ് കട ക്ലോസ് ചെയ്യാൻ പറയുന്നത്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കും. ഇത്ര ലൈറ്റ് ഉണ്ട്, ഒരു ലൈറ്റ് മാത്രമേ ഇടിച്ചിരിക്കുന്നു. എല്ലാ ലൈറ്റും എന്താണെന്ന് ചോദിച്ചിട്ട് ആർക്കൊന്നും പറയാറില്ല. അന്ന് 2 വണ്ടി പോലീസ് വന്നു. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള കടയാണ്. എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു. ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട്. എന്താ സംഭവം അറിയില്ല, വലിയ ചാറ്റൽ മഴ, ആ ഒരു മൂട് മഴയാണ്. ഫുള്ള് പോലീസുകാർ വന്നിട്ട് ആദ്യം കഴിച്ചിട്ട് മുതലാളി എന്താ സംഭവം എന്ന് ചോദിക്കും. മുതലാളി കഴിക്കുന്ന ചോദിക്കും എന്താ സംഭവം. ഒരുപാട് കസ്റ്റമർ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാം നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്. ബെഡ നെയ് റോസ്റ്റ്, പൊറോട്ട മാവ്, ദോശമാവ് എല്ലാം ഇരിപ്പുണ്ട്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കോയമ്പത്തൂർ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. തിരിച്ചു പോകാൻ നേരത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് ഹോട്ടലിൽ? എന്താ സംഭവിച്ചെന്ന് കഴിച്ചു കഴിഞ്ഞ് മുതലാളി ചോദിച്ചു. മുതലാളി പറയണം എന്താണെന്ന് അറിയത്തില്ല, സാറ് 24 hours ഉള്ള കടകളാണ്. പെട്ടെന്ന് വന്നിട്ട് അടച്ചേക്കെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് കാരണം പോലും പറയുന്നില്ല. അടച്ചെന്ന് പറഞ്ഞാൽ ലൈറ്റ് എല്ലാം ഓഫ് വെച്ച്. എനിക്ക് തോന്നുന്നു ഇനിയും 10 കിലോ മാവൊക്കെ ബോളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് പൊറോട്ടയ്ക്ക് വേണ്ടി. കുറേ ദോശമാവ്, അത് ചിക്കൻ, അത് ഇതൊക്കെ ഇരിക്കുന്നു. അവരെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. 24 മണിക്കൂറാണ്ട് ചിലപ്പം തുറക്കുമായിരിക്കും. ഓൾമോസ്റ്റ് കുറേ അടച്ചെനിക്ക് ഒന്ന് വണ്ടി റൗണ്ട്സിംഗ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ തുറക്കുമായിരിക്കും. ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ടിസ്റ്റ് എന്താ പറയാ, ചെറിയ ചെറിയ കടകളൊക്കെ അങ്ങോട്ടുള്ള എല്ലാം അടപ്പിച്ചു. അവിടെ ഒരു വലിയൊരു ബേക്കറി ഹോട്ടൽ സെറ്റപ്പ് കാണുന്നുണ്ട്. അത് അത്യാവശ്യം ലൈറ്റൊക്കെ ഇട്ട് അത് മാത്രമേ ഉള്ളൂ. അത് കാരണം പേസറ് എല്ലാവർക്കും ഒരു നിയമം എടുക്കണം. അന്ത കട ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യാതെ ചിന്ന കടയെല്ലാം ഓഫ്, ലൈറ്റൊക്കെ ഓഫ് ക്ലോസ് പണ്ട പോകും. മറ്റേ റെയിൽവേ റൂട്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പം അണ്ണനടിക്ക് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞത് 24 നിയമം വന്നതാണ്, 24 കട ഉറക്കാന്നുള്ളത്. പക്ഷെ പോലീസുകാർ സീനാക്കുമെന്ന് പറഞ്ഞാൽ നമുക്കും പിന്നെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഇത്രയും ജനങ്ങൾ ഇവിടെയൊക്കെ വന്നു 11:45 കടയടക്കാൻ പറഞ്ഞു. ഇത്രയും ജനങ്ങൾ ഇവിടെയൊക്കെ വരുന്നില്ല, വലിയ സ്റ്റേഷനല്ലേ. അപ്പോൾ ആഹാരങ്ങളൊക്കെ കഴിക്കാവരൊക്കെ ഇങ്ങോട്ട് പോകും. ആലോചിക്കും, ഇവിടെ വന്നിറങ്ങി നമ്മളും കോയമ്പത്തൂർ വന്നിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴേ നമുക്ക് പറ്റും. ഇതേപോലെ എല്ലാവർക്കും ഇങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി ഓരോരുത്തർ വരുന്നതാണ്. അപ്പോൾ ഈ ഹോട്ടലൊക്കെ ഇല്ലെങ്കിൽ വരുന്നവർക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ സംഭവം എന്നറിയത്തില്ല. ഇന്ത്യൻ റെയിൽവേയുടെ പരിപാടിയാണെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആഹാരം കിട്ടാതെ റെയിൽവേ വരുമ്പോൾ ട്രെയിനിൻ്റെ അകത്ത് ഫുഡ് കഴിക്കാനുള്ള ഐറ്റം ആയിരിക്കും. അതാണ് തോന്നുന്നത് എനിക്ക്. എന്തെങ്കിലും ഇതിനെപ്പറ്റി ഐഡിയ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇവിടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ.